Watch full episodes on Jio Hotstar. സുഹൃത്തെ, മൊത്തം പ്ലാനും റെഡിയായി. ഇനി മുതല് പട്ടണത്തിലെ എല്ലാ പെട്രോൾ പമ്പും നമ്മുടേത് മാത്രമായി. അത് കൊള്ളാലോ. അടുത്ത പ്ലാൻ എന്താ? പ്ലാന് എന്താണെന്ന് വെച്ചാ റോബർ എല്ലാ പെട്രോൾ പമ്പിലും തീ പിടിപ്പിക്കും. പക്ഷെ തന്റെയും എന്റെയും പെട്രോൾ പങ്ക് മാത്രമേ രക്ഷപ്പെടൂ. തീ പിടിച്ച പെട്രോൾ പങ്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ല. എന്നിട്ട് നമ്മൾ എല്ലാ പെട്രോൾ പങ്കും അങ്ങ് ഏറ്റെടുക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തില് പെട്രോൾ അങ്ങ് വിൽക്കും. പിന്നെ നമ്മളല്ല ഇഷ്ടം എവിടെ റൂള് ചെയ്യണത്. ഇത് കൊള്ളാലോ തേജ് സിംഗ്. തന്റെ പ്ലാൻ അടിപൊളി ആയിട്ടുണ്ടല്ലോ. പക്ഷേ എങ്കിൽ ആ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എങ്ങാനും വന്നാലോ? അതിനും ഒരു ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ എന്താന്ന് വെച്ചാ ജനങ്ങള് ലഡ്ഡു സിംഗിനെ തന്നെ ആ കള്ളന്മാരുടെ കൂട്ടുകാരെന്ന് സമ്മതിക്കും. വെട്ടികളെ ഒന്നുകൂടെ ടൈറ്റ് ആയിട്ട് കെട്ടറോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഡൗട്ട് അടിക്കും. രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, രക്ഷപ്പെടുത്തു. എന്റെ പെട്രോൾ ബങ്കില് കള്ളന്മാര് വന്ന് പണം മോഷ്ടിച്ചു. എന്നിട്ട് എന്നെ കെട്ടിവെച്ചിരിക്കുക. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണം നടന്നിട്ടുണ്ടെന്നോ? കള്ളന്മാർക്ക് എങ്ങനെ എത്ര ധൈര്യം വന്നു? ശിവ, നീ ഇത് എവിടെയാണ്? കള്ളന്മാര് പെട്രോൾ പമ്പിൽ കയറി മോഷണം നടത്തിയിട്ടുണ്ട്. നീ വേഗം വാ. ആദ്യം നിങ്ങൾ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ അടുത്തൊന്ന് ശരിക്കും പരിചയപ്പെട്. ആര് നിന്റെ സ്ഥലത്ത് നനങ്ങി പോവരുത്. ലഡ്ഡു സിംഗ് സാറേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആൾക്കാരെന്താ പറയാ? ആ സ്ഥലത്ത് വന്നാ ഞാൻ പൈസ തന്നേക്കാം. എടോ, അത്രയും പറയണ. നമ്മൾ എപ്പോഴാണ് കണ്ടത്? ആ ഇത് കേട്ടില്ലേ? ഈ ലഡ്ഡു സിംഗ് അവരോടൊപ്പം കൂടിയിരിക്കുക. അറിയാമോ നിങ്ങൾക്ക്? ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നിങ്ങൾ എന്ത് വർത്താനായി പറയണ്? ഞാൻ അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ അവരെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ പൈസ തരാന്ന് പറഞ്ഞത്? അത് പറയേ. ആ പറയേ. അവന്മാര് എന്താ പറഞ്ഞിട്ട് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാള് കള്ളവാ പറയുന്നേ. ഇയാളെ കള്ളന്മാരായിട്ട് കൂട്ടാ. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ലഡ്ഡു സിംഗ് സാർ, മോഷ്ടാവ് എവിടേക്കാ പോയത്? ശിവ, അവന്മാര് എന്റെ മീതെ കുറ്റം ചുമത്തി ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയുള്ളൂ. ശിവ, വേഗം ചെന്ന് പിടിക്ക്. എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ പോയി കമ്മീഷണറോട് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ ഈ കൊള്ള സംഘത്തിന്റെ കൂടെ കൈ കോർത്തിരിക്കുകയാണെന്ന് ഞാൻ പറയും. കുട്ടി എന്തിനാണ് ഇപ്പൊ ഞങ്ങളെ വണ്ടിയിൽ ചാടി വന്നത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കുട്ടിയെ പിന്നെ കുട്ടിന്ന് വിളിക്കാതെ എന്തോ വിളിക്കണം. പറ.
ഇതേ പിടിച്ചോളൂ, നിങ്ങളുടെ മോഷണം പോയ പണമാണ്. താങ്ക് യു ശിവ. ഇന്ന് നിങ്ങൾ എന്റെ പെട്രോൾ ബങ്കിനെ ശരിക്കും രക്ഷപ്പെടുത്തി. ആരാ അല്ലെങ്കിൽ വരിക? ഈ ലഡ്ഡു സിംഗ് കൊള്ളക്കാരുടെ കൂടെ ചേർന്നിരിക്കല്ലേ? എന്തിനാ വെറുതെ എന്റെ മീതെ പഴി ചുമത്തുന്ന? നിയമത്തിന് വഴങ്ങുന്നവൻ ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല, അത് മനസ്സിലാക്കണം. താങ്ക് യു ശിവ. എന്ത് താങ്ക് യു പറയണോ? ഇന്നത്തെ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ കമ്മീഷണറോട് നേരെ പോയി കംപ്ലൈന്റ് ചെയ്യും. താൻ കൊള്ളക്കാരുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് കള്ളന്മാരുമായി കൂട്ടുചേർന്നിരിക്കുന്നു. ഇത് വാസ്തവമാണ്. പെട്രോൾ പമ്പ് കൊള്ളയടിച്ച് കൊള്ളക്കാർ പോകുന്ന സമയത്ത് രഹസ്യമായി പൈസ കൈമാറിയിരിക്കുന്നു. അവിടെ കൂടി നിന്ന ഇത് ജനങ്ങളൊക്കെ നുണയാണ് സാക്ഷികളാണ്. ശിവ. എന്റെ കയ്യിൽ ആരും പൈസ തന്നിട്ടില്ല. എന്റെ പേഴ്സ് നോക്കിക്കോളൂ. വെറുതെ എന്റെ മീതെ പഴി ചുമത്താണ്. എന്റെ ടേബിള് ചെക്ക് ചെയ്തോ? കണ്ടോ കണ്ടോ? ദാ, ഇതും കണ്ടോ? ആ. ആ. ശിവ, ഈ പണം ഇവിടെ എങ്ങനെ വന്നൂന്ന് എനിക്ക് അറിയില്ല. ഇത് ചിലപ്പോ ആ കള്ളന്മാര് വെച്ചിട്ട് പോയതായിരിക്കും. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ആരും ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ഡോണ്ട് വറി, ഞാൻ നിങ്ങൾ ചെയ്യാൻ നോക്കാം. നീ ആരാ? എന്താ നിനക്ക് വേണ്ടത്? എന്തായി ചെയ്യുന്നേ? രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കണേ. ഈ പെട്രോൾ പമ്പ് തകർത്ത് കളഞ്ഞേക്ക്. ഒന്ന് വേഗം ചെയ്യൂ. പെട്രോൾ പമ്പിൽ തീ പിടിച്ചിരിക്കുന്നു. ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഇന്നാടാ തന്റെ പൈസ. എപ്പോ നോക്കിയാലും കൂലി മേടിക്കാൻ വേണ്ടി വരും. മനുഷ്യന് മതിയായി. എന്നാ പിടി. എടാ, നീ മോഷ്ടിച്ച പണം എന്തിനാ എന്റെ അടുത്ത് തരുന്നത്? ഇത് കൊണ്ട് പോടാ. ഇയാളെ വിശ്വസിക്കരുത്. ഇയാൾ അയാളുടെ കൂടെ ഉള്ള ആളാ. കണ്ടില്ലേ ഇവന്റെ പങ്ക് അവര് കൊടുത്തത്? അതെ, ഇവൻ കള്ളനാ. ഞാൻ അവന്റെ ആളല്ല, എന്നെ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞതെന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. കണ്ടോ, ഇയാള് വേഷം മാറി പണം മേടിക്കാൻ വന്നതാ കൂട്ടരെ. ഇയാളെ വെറുതെ വിടരുത്. തലക്കെട്ട് നല്ലവണ്ണം എന്നെ തല്ലല്ലേ, വേണ്ട വേണ്ട. നാണമില്ലല്ലോടെ തനിക്ക്. താൻ കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തല കുനിഞ്ഞു പോയി. ആ മോഷ്ടാക്കളുമായി ഒത്തുചേർന്ന് അവര് മോഷ്ടിച്ചതിന്റെ പങ്ക് മേടിച്ച് ജീവിക്കുന്ന തന്നേക്ക് എന്താണോ പറയാ? ഇല്ല കമ്മീഷണർ സാറേ, എനിക്ക് അവരെ അറിയില്ല. ആ കള്ളന്മാര് പണം എന്റെ കയ്യില് വലിച്ചെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. താൻ എന്തോടാ ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചോ? അവര് തന്റെ കയ്യിൽ പണം തന്നിട്ട് പോകുന്നത് എല്ലാവരും കണ്ടതാ. തന്റെ മേശയിൽ ഒരുപാട് പണം കണ്ടെടുത്തല്ലോ. അപ്പൊ അതൊക്കെ ആരെ വെച്ചത്? പറയ്. ഞാൻ നിരപരാധിയാണ് സർ. Shut up. ഇനി എനിക്ക് എന്താ സംഭവിക്കുക? ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കണം സർ. കേടാറാം, തനിക്ക് ഇപ്പോൾ മുതൽ ഞാൻ പ്രൊമോഷൻ തന്നിരിക്കുകയാണ്. ഇതെന്തൊക്കെയാ സംഭവിക്കണം സാറേ? സാറിങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ശിവ, എന്തേലും ഒന്ന് ചെയ്തിട്ട് നീ എന്നെ രക്ഷിക്കണം. ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം ലഡ്ഡു സിംഗ് സർ. ഡോണ്ട് വറി. എല്ലാ പെട്രോൾ പമ്പും കത്തിപ്പോയിരിക്കുന്നു. അല്ല ശിവ, കത്താതിരിക്കുന്ന 2 പെട്രോൾ പമ്പും കൂടി ഉണ്ട്. ഇതാ നോക്ക്. ആ,
ചിലപ്പോ ഇവര് അവിടെ എത്തുമായിരിക്കും. നമുക്ക് ചെന്ന് ആ പെട്രോൾ പമ്പ് വാച്ച് ചെയ്യാം. നീയൊക്കെ ആരുടെ ആൾക്കാരാണ്? ഞാൻ ആരുടെ ആളുകളല്ല. എനിക്ക് ഫോണിലൂടെ ഓർഡർ കിട്ടുമ്പോ ഞാൻ ഈ പണികളൊക്കെ ചെയ്യാറാണ്. തീ കത്തിക്കാൻ പറയുമ്പോ ഞങ്ങള് പൈസ മോഷ്ടിച്ച് തീ കത്തിച്ചു വിടും. ആണോ? പിന്നെന്തിനാ ലഡു സിംഗ് സാറിന് പൈസ കൊടുക്കുന്നത്? എനിക്കറിയില്ല. ലഡ്ഡു സിംഗ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധം തന്നെ ഇല്ല. ലഡ്ഡു സിംഗിനെ കൊടുക്കണോന്ന് പറഞ്ഞ് ഓർഡർ കിട്ടിയതുകൊണ്ടാ ചെയ്ത്. കമ്മീഷണർ സർ, ഇത് കണ്ടോ? ഇയാളൊരു മോഷ്ടാവാണ്. ആ മോഷണ സംഘവുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ട് സർ. എന്റെ ശിവ വന്നല്ലോ, എന്റെ ശിവ വന്നല്ലോ, ഞാനിപ്പോ രക്ഷപ്പെടും. ശിവ, നീ മിടുക്കനാണ്. എന്തായാലും ഈ മോഷ്ടവനെ പിടിച്ചല്ലോ. പെടറാം, സാറേ. ഇയാളെ ലോക്കപ്പിൽ ലഡ്ഡു സിംഗിനോടൊപ്പം വിട്ടേക്കൂ. ശരി സാറേ. അകത്തേക്ക് പോയേ. എന്നെ താൻ ലോക്കപ്പിനകത്തേക്ക് വരുത്തിച്ചു അല്ലേ? ഇതിങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയല്ലേ തനിക്ക് പണം തന്നേ? മര്യാദക്ക് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിക്കാൻ നോക്കിക്കോ, അല്ലെങ്കിൽ തന്ന പണം മുഴുവനും ഞാൻ തിരിച്ചു മേടിക്കും. ഓ, അത് ശരി. അപ്പൊ ഇവ നിന്റെ കൂട്ടുകാരനല്ലേ ലഡ്ഡു സിംഗ്? സാറേ, ഇയാൾ കള്ളം പറയാണ്. എടാ, നമ്മൾ എന്താണ് വിരോധമുള്ളത്? ശിവ, ശിവ, എന്തൊക്കെയാ ഇയാളെ ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാ ലഡു സിംഗ് സാറിനെ കൊടുക്കാൻ നോക്കുന്നത്? എനിക്ക് ഓർഡർ കിട്ടിയതല്ലേ, അതാണ് ഞാൻ ഈ ജോലി ചെയ്തത്. സാരില്ല ലഡു സിംഗ് സാർ, ഇയാൾക്ക് ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് പണം കിട്ടുന്നുണ്ട്. വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ ആ ഗാംഗിനെ പിടികൂടും. ഓക്കെ ലഡു സിംഗ് സാർ? ഓക്കെ. നഗരത്തിലുള്ള എല്ലാ പെട്രോൾ പമ്പുകളും കത്തി ചാരമായിരിക്കുന്നു. ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. പെട്രോൾ ബങ്ക് ആക്ച്വലി നമ്മുടെ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇപ്പൊ എല്ലാ പമ്പ്സിന്റെയും പൈസ നമ്മുടെ കയ്യിലേക്കാണ് വരുന്നത്. ഇനി ആ പൈസ എവിടെ വെക്കണ്ടേ? വരൂ, നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ആ പണം മുഴുവനും ഞാൻ ഈ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഓ, ഇതൊരു ഡിജിറ്റൽ ലോക്കർ ആണല്ലോ. ഇതിന്റെ പാസ്വേഡ് എന്താണ്? പറയൂ. പറ്റില്ല. ആദ്യം കത്തിക്കരിഞ്ഞ എല്ലാ പെട്രോൾ പമ്പുകളും നമുക്ക് വിലക്ക് വാങ്ങണം. അതിൽ പകുതി എന്റെ പേരിലും പിന്നെ പകുതി നിന്റെ പേരിലുമായിരിക്കും. എന്നിട്ട് ഞാൻ പാസ്വേഡ് പറയൂ. അപ്പോ താങ്കൾക്ക് എന്റെ പുറത്ത് വിശ്വാസം ഉണ്ടോ? ഇല്ല, ഞാൻ ആരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. ഒരു കാര്യം തുറന്നു പറയാ, പാസ്വേഡ് ഉള്ളത് ഈ പുസ്തകത്തിനകത്താ. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനാവില്ല. ആദ്യം ചെയ്യാനുള്ള പണി ചെയ്ത് തീർക്ക്. വേണ്ട, ഇപ്പൊ കാണിക്കൂ. ആ പാസ്വേഡ് പറയൂ. അത് പറയില്ല. നീ പണവും കൊണ്ട് കടന്നു കളഞ്ഞാലോ? പിന്നെ കത്തിക്കരിച്ച പെട്രോൾ പമ്പുകൾ എന്നെ കൊണ്ട് മേടിപ്പിക്കാൻ നീ ശ്രമിച്ചില്ലെങ്കിലോ? ഈ ലോക്കർ നിങ്ങളുടെ പെട്രോൾ ബങ്കിലല്ലേ? ഞാനിത് എടുത്തോണ്ട് എങ്ങോട്ട് ഓടാനാ? സിംഗ്, എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്ന് നീ മോഷണം നടത്തുന്നവനാ. പിന്നെ എന്റെ പെട്രോൾ പമ്പ് നീ വെറുതെ വിടുവോ? ഓഫ് കോഴ്സ്, ചെയ്യാൻ പറ്റുമല്ലോ. പിടിക്കൂ ഇയാളെ. പാസ്വേഡ് പറയൂടോ, ഇല്ലെങ്കിൽ തന്നെ കൊന്നുകളയും. നീ എന്ത് തരികട വേണമെങ്കിലും ചെയ്തോ, പക്ഷേ പാസ്വേഡ് ഞാൻ ഒരിക്കലും പറയില്ല. ഈ ലോക്കർ ഉണ്ടല്ലോ, ബോംബ് വെച്ചാ പോലും പൊട്ടാത്ത സാധന. ആ ശിവ എന്ന ചെക്കന് അതിബുദ്ധിയാണെന്നാ കേട്ടിട്ടുള്ളത്. അവനെ കൊണ്ട് തന്നെ ഈ ലോക്കർ തുറപ്പിക്കാം. ഡോണ്ട് വറി, ഇയാളെ കൊണ്ടുപോ. ഇത് ശരിയല്ല സിംഗ്, ഞാൻ പോലീസിനോട് എല്ലാം പറയും. താജി ഇവരോട് ഇരുന്നാലല്ലേ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യൂ. ഇതിലേതൊരു രാജാറാണിയുടെ കഥയല്ലേ? ഒന്നും മനസ്സിലാവണില്ലല്ലോ. ശിവ വളരെ ഒരു ഇന്റലിജന്റ് പയ്യനാണ്. ഇതിന്റെ മെസ്സേജ് അവൻ ഡീകോഡ് ചെയ്തെടുത്തോളൂ അല്ലേ? ഹലോ ശിവ, ഞാൻ ധ്യാൻ സിംഗ് ആണ് സംസാരിക്കണത്. കൊള്ളക്കാരൻ എന്റെ പെട്രോൾ ബങ്കിൽ വന്നിട്ട് എല്ലാം മോഷ്ടിച്ചോണ്ട് പോയി, എന്റെ ഫോൺ ഉൾപ്പെടെ. പ്ലീസ് പെട്ടെന്ന് വരുവോ? നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് എത്താം. ശിവ, അയാളെല്ലാം വന്ന് കെടുത്തോണ്ട് പോയി. ഈ ബുക്കില് ലോക്കറിന്റെ പാസ്വേഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ എനിക്കറിയില്ല.
പക്ഷെ എന്റെ പാർട്ട്ണറിന് അറിയും അത്. ഒരു പിടിയില്ല അയാൾ എവിടെ പോയെന്ന്. അയാളുടെ ഫോണും കോണ്ടാക്ട് ചെയ്യാൻ പറ്റണില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്റെ ലൈഫിലെ മൊത്തം സമ്പാദ്യവും അതിനകത്താണ്. ഇതെന്താ നടുക്കുള്ള പേജസ് ഇല്ലല്ലോ. 301 ശേഷം 302 പിന്നെ 306 ഉള്ളൂ. അതായത് 304 305 എല്ലാം മിസ്സാണ് ഇവിടെ. ചിലപ്പോ മിസ്സിംഗ് ആയ പേജ് അതായിരിക്കും ഇതിന്റെ പാസ്വേഡ്. താങ്ക് യു പിള്ളേരെ. നിങ്ങളൊരു മഹാസംഭവമാണ് ചെയ്തത്. ഇത് തുറന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യം ഇതിനകത്താണ്. ശിവ, എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പെട്രോൾ പമ്പിന്റെ ഉടമ ഇദ്ദേഹമാണെന്നാ. ഇപ്പൊ വേഷം മാറി ഇവിടെ ഇരിക്കാം. അന്ന് അയാളുടെ കഥം ഇതുപോലെ തന്നെയായിരുന്നു. രണ്ടുപേരും ഒരേപോലെ ഉണ്ടല്ലോ. ആണോ? അപ്പൊ അതാണല്ലോ കാര്യം. അങ്കിൾ, നിങ്ങളുടെ അടുത്ത് എത്ര പെട്രോൾ പമ്പ് ഉണ്ട്? ഒരെണ്ണം ഇത്, പിന്നെ വേറെ ഒരെണ്ണത്തില് അന്ന് മോഷണം പോയില്ലേ? അങ്ങനൊന്നുമില്ല മോനെ. ഇതാണ് എന്റെ ശരിക്കുള്ള പെട്രോൾ ബങ്ക്. ആദ്യത്തെ എന്റേതല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് എന്നോട് ഇത് ചോദിക്കണേ? അത് പിന്നെ ആദ്യത്തെ പെട്രോൾ പമ്പിന്റെ ഉടമയുടെ ചെവി ഇതുപോലെ തന്നെ ആയിരുന്നു. അതായത് നിങ്ങളുടെ ചെവിയെ പോലെ തന്നെ. ഹലോ കുട്ടി, നീ ആവശ്യത്തിൽ കൂടുതൽ സ്മാർട്ട് ആവാൻ നോക്കല്ലേ. അങ്കിൾ, മര്യാദയ്ക്ക് ഈ വേഷമൊക്കെ മാറ്റിക്കോ. നിങ്ങൾ തന്നെയാണ് മിസ്റ്റർ തീഫ്. തീർത്ത് കളഞ്ഞേക്ക് ഈ കുട്ടിയെ. ഹലോ കമ്മീഷണർ സർ, ശരിക്കുള്ള കുറ്റവാളിയെ പിടികൂടി. നിങ്ങൾ ലഡ്ഡു സിംഗുമായിട്ട് ധ്യാൻ സിംഗിന്റെ പെട്രോൾ പമ്പിലേക്ക് വന്നോളൂ. ശിവ എന്നാണ് എന്റെ പേര്. ഹലോ, ഇങ്ങോട്ട് നോക്കൂ. അതെ ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങൾ നിങ്ങൾക്ക് എത്ര പൈസ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തു. മര്യാദയ്ക്ക് അഭിനയിക്കുന്ന നിർത്തിക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇനിയും അടി മേടിക്കും. വേണ്ട, അടിക്കല്ലേ. ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുക. കമ്മീഷണർ സാറേ, ലഡ്ഡു സിംഗ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അയാളെ നുണ പറഞ്ഞു പെടുത്തിയതാ. സാറേ, ഇയാളെന്താ ചെയ്യണ്ടേ? ഇയാളും എന്റെ കൂടെ തന്നെ ജയിലിൽ പോവും. പിന്നെന്താ? ലഡു സിംഗ്, സോറി, ഞാൻ തന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. ഇയാളെ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലടയ്ക്ക്. ഡോണ്ട് വറി സർ, ഇയാൾക്ക് നാടകം കളിക്കാൻ വല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഇനി ഇവൻ ജീവിതകാലം മുഴുവൻ ജയിലിരുന്ന് തന്നെ നാടകം കളിക്കട്ടെ, നമുക്ക് കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.